ബിജെപിക്ക് അതിന്റെ അധ്യക്ഷന് എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. അത് ബിജെപിക്ക് അനുകൂലമായിട്ട്. ജമാഅത്തെ ഇസ്ലാമിന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞതും സതീശൻ തന്നെയാണ്. ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവും പറയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, വി.ഡി. സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡും? ഹൈക്കമാൻഡ് വ്യക്തമാക്കണം. ഇതേവരെ പറഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. കെ.സി. വേണുഗോപാലൻ കേരളത്തിൽ വന്നിട്ട് പറയുന്നതും ഇതിനോട് യോജിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായി ഒന്നും പാടില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല. ഇപ്പോഴ് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവർ അംഗീകരിച്ച പ്രമേയം നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ്. ഒരു തരത്തിലും വർഗീയ സ്പർദ്ധ സമൂഹത്തിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാം, അതുപോലെ സുന്നി വിഭാഗം എ.പി. സുന്നി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട്? മുസ്ലിം ലീഗ് വ്യക്തമാക്കണമല്ലോ. കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നേതാവ് എന്ന് ചോദ്യം ചോദിക്കുന്ന പത്രപ്രവർത്തകരോട് അഴകുഴമ്പ നിലപാട് വേണ്ട ഒഴിഞ്ഞു മാറുന്നു എന്നാണ് പത്രങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു നിമിഷം രാഷ്ട്രീയ ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിയില്ല, ഇനി ഉണ്ടാക്കുകയും ചെയ്യില്ല. അത് ഭൂതകാലം മാത്രമല്ല, വർത്തമാനത്തിലും ഭാവിയിലും വർഗീയ ശക്തികളുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടേയല്ല. അപ്പോൾ അത് വളരെ വ്യക്തിയോടുകൂടി തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവരുമായി ബാന്ധവം ഉണ്ടാക്കി കള്ളപ്രചരണം നടത്തിക്കൊണ്ട്, അതാ ഈ എല്ലാ വർഗീയവാദികളും അങ്ങനെയാണ്. അത് ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ ലീഗ് ഉൾപ്പെടെയുള്ള മേഖലയിൽ കള്ളപ്രചാര വേല SIR പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെല്ലാം നാട് കടത്താൻ പോവുകയാണെന്നും വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വപരമായ ഉത്തരവാദിത്വത്തോടുകൂടി മറുപടി പറയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നേരിടുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ രാജു, NM രാജു, ആന്റോ ആന്റണി MPക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരോപണം എന്ന് പറയുന്നത് ശരിയില്ലല്ലോ, ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. ആ ഉന്നയിച്ച പ്രശ്നം വളരെ വളരെ ഗൌരവമുള്ളതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി 2 കോടി ഉറുപ്പിക വാങ്ങിയെന്നാണ്. അത് ഈ 2 കോടി എങ്ങനെയാ വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയതാണോ, അല്ല അക്കൗണ്ട് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈമാറിയതാണോ? പറയണം. MP ആണല്ലോ, പറയണമെന്ന് ഞാൻ പറയാൻ കാരണം, NM രാജു എന്ന് പറയുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ വക്താവ് ഞാൻ 2 കോടി കൊടുത്തിട്ടുണ്ട്, വീട് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആന്റോ ആന്റണി MP പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ പണം വാങ്ങിയതെങ്ങനെ, തിരിച്ചു കൊടുത്തതെങ്ങനെ? കൃത്യമായിട്ട് രേഖയുണ്ടാവല്ലോ. രേഖയില്ലെങ്കിൽ കള്ളപ്പണം. അതോടൊപ്പം തന്നെ ഈ NM രാജു പറഞ്ഞത് എനിക്ക് 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. 2 കോടി കൊടുത്തിട്ട് 20 ലക്ഷം മാത്രമേ തിരിച്ചു കിട്ടൂ. വലിയ സമ്മർദ്ദം ചെലുത്തിയില്ല, 20 ലക്ഷം തന്നിട്ടില്ല, ബാക്കി തന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഗുരുതരമായ ഈ സ്വർണ്ണ പ്രശ്നം, നേരത്തെ പറഞ്ഞ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ, അതിന്റെ വിശ്വാസത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അത് സമ്മതിച്ചു കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പണമിടപാട് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യം, അതിന്റെ ഭാഗമായിട്ടുള്ള എന്ത് സമീപനത്തിലൂടെയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഒരു MP എന്ന രീതിയിൽ തീർച്ചയായിട്ടും ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട്. അതുപോലെ കോൺഗ്രസിനും ബാധ്യതയുണ്ട്. ആ കോൺഗ്രസും പറയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.